ഹായ് എവരിബഡി, ഞാൻ ഡോക്ടർ പ്രദീപ് കുമാർ ഷെനായി, കാസർഗോഡ് കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ റുമറ്റോളജിസ്റ്റാണ്. ഞാൻ നിങ്ങളോട് ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മംഗലാപുരം അത്താവൂർ KMCക്ക് എതിർവശമുള്ളതും ചക്രപാണി അമ്പലത്തിന് സമീപമുള്ളതുമായിട്ടുള്ള അമൃത മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ നിന്നാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫൈബ്രോമയാൽജിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കി. ഈ വീഡിയോയിൽ അതിൻ്റെ മാനേജ്മെൻറ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫൈബ്രോമയാൽജിയ എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ ശരീരത്തിന് മൊത്തം ഉണ്ടാകുന്ന വേദന, ശരീരത്തിലെ ടെൻഡർ പോയിൻറ്റ്സ്, പേഷ്യൻറ്റിൻ്റെ ഉറക്കത്തിനുണ്ടാകുന്ന പ്രശ്നം, പിന്നെ പിറ്റേ ദിവസം ഉണ്ടാകുന്ന വിശ്രമിച്ചാലും വിട്ടുമാറാത്ത ക്ഷീണം അല്ലെങ്കിൽ ഫറ്റീഗ്, ഇതെല്ലാം കൂടിയതാണ് ഫൈബ്രോമയാൽജിയ എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലാക്കി. പിന്നെ നമ്മൾക്ക് മനസ്സിലാക്കാനുള്ള കാര്യം ഫൈബ്രോമയാൽജിയ ഉരുത്തിരിയാനുള്ള കാരണം എന്താണെന്നാണ്. ഫൈബ്രോമയാൽജിയ ഉരുത്തിരിയാനുള്ള കാരണം എന്ന് പറയുന്നത് പേഷ്യൻ്റെ ശരീരത്തിൽ നടക്കുന്ന ശസ്ത്രക്രിയയോ അല്ലെങ്കിൽ പേഷ്യൻ്റെ അടുത്ത ബന്ധുവിൻ്റെ മരണമാണ്. ഇതാണ് പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. പിന്നെ ഫൈബ്രോമയാൽജിയൻ്റെ മെയിൽ ഈസ്റ്റ് ഫീമെയിൽ റേഷ്യോ 1:9 ആണ്. അതായത് 9 സ്ത്രീകൾക്ക് ഫൈബ്രോമയാൽജിയ ഉണ്ടാകുമ്പം ഒരു പുരുഷൻ ഉണ്ടാവും. ഇതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഫൈബ്രോമയാൽജിയൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് US FDA അംഗീകരിച്ചിട്ടുള്ള മരുന്നാണ് പ്രീഗാബാലിനും ഡിലോക്സിറ്റിനും. പ്രീഗാബാലിൻ പെയിൻ്റെ അസെൻഡിങ് പാത്വേനെ ഇൻഹിബിറ്റ് ചെയ്യും, ഡിസെൻഡിങ് പാത്വേനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പം പേഷ്യൻറ്റിന് വേദന സഹിക്കാനുള്ള ശക്തി കൂടി വരും, അല്ലെങ്കിൽ പെയിൻ ത്രെഷോൾഡ് കൂടി വരും. പിന്നെ ഡിലോക്സിറ്റിൻ പറഞ്ഞ ടാബ്ലറ്റ് SNRI ആണ്, അതായത് സെറോട്ടോണിൻ നോറെപ്രിഫിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്ററാണ്. അപ്പം പേഷ്യൻറ്റിന് ഉറക്കത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം ഈ ഗുളിക കഴിച്ചാൽ മാറിക്കിട്ടും. ഈ 2 ഗുളികയും കോമ്പിനേഷൻ നമ്മൾ പേഷ്യൻറ്റിന് രാത്രി കൊടുക്കും. അപ്പം പേഷ്യൻറ്റിന് വേദന സഹിക്കാനുള്ള ശക്തി കൂടി വരികയും പേഷ്യൻ്റെ ഉറക്കത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ശരിയാവുകയും ചെയ്യും. അപ്പം പേഷ്യൻ്റ് പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പം വീണ്ടും ഉറങ്ങണമെന്ന് തോന്നലുണ്ടാവില്ല. തത്ഫലമായിട്ട് പേഷ്യൻറ്റിന് ഫറ്റീഗ് ഉണ്ടാവില്ല, അതായത് വിശ്രമിച്ചാലും മാറാത്ത ക്ഷീണം ഉണ്ടാവില്ല. ഇങ്ങനെയാണ് നമ്മൾ ഫൈബ്രോമയാൽജിനെ മരുന്ന് കൊടുത്തിട്ട് നേരിടുന്നത്. പിന്നെ ചില പേഷ്യൻസിനോട് നമ്മൾ എയറോബിക് സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യാൻ വേണ്ടി പറയും. അത് എന്തിനെന്ന് പറഞ്ഞാൽ മസിൽസിലുണ്ടാകുന്ന ഡീകണ്ടീഷനിങ്, ഫൈബ്രോമയാൽജിയയിൽ പേഷ്യൻസിൻ്റെ മസിലിൽ ഡീകണ്ടീഷനിങ് ഉണ്ടാവും. അതുണ്ടാകുന്നത് ന്യൂറോജനിക് ഇൻഫ്ലമേഷൻ കൊണ്ടാണ്. എയറോബിക് സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുമ്പം ന്യൂറോജനിക് ഇൻഫ്ലമേഷൻ കുറയും. തത്ഫലമായിട്ട് പേഷ്യൻറ്റിന് വേദന സഹിക്കാനുള്ള ശക്തി കൂടുകയും പിന്നെ ഫറ്റീഗ് കുറഞ്ഞു വരികയും ചെയ്യും. ഇതാണ് എയറോബിക് സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യാൻ പറയുന്ന കാരണം. പിന്നെയുള്ളത് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി അല്ലെങ്കിൽ CBT ആണ്. അതായത് പേഷ്യൻറ്റിന് ഫൈബ്രോമയാൽജിയ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സ്ട്രെസ് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ പേഷ്യൻറ്റിനോട് പറയും CBT ചെയ്യും അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ചെയ്യും. യൂഷ്വലി നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു ലേഡി സൈക്കോളജിസ്റ്റിനെയാണ്. അപ്പം അവർ 2-3 സിറ്റിങ്ങിൽ പേഷ്യനോട് സംസാരിച്ചിട്ട് ഫൈബ്രോമയാൽജിയ പ്രൊപ്പഗേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള സ്ട്രെസ് ഫാക്ടേഴ്സ് എന്താണ്, അതെങ്ങനെ ഒഴിവാക്കണം എന്നൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കും. അതിൻ്റെ ഫലമായിട്ട് ഫൈബ്രോമയാൽജിയ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സ്ട്രെസ് ഫാക്ടേഴ്സ് കുറഞ്ഞു വരും. പിന്നെ ടെൻഡർ പോയിന്റിലുള്ള വേദന അസഹനീയമാണെങ്കിൽ നമ്മൾ ടെൻഡർ പോയിന്റിൽ ഇൻട്രാമസ്കുലർ സ്റ്റിറോയിഡ്സ് ഇഞ്ചെക്ട് ചെയ്യും. ഇതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ ഇഞ്ചക്ഷൻ ചെയ്യുമ്പം മൈക്രോ ട്രോമ ഹീൽ ചെയ്യുമ്പം ഉണ്ടാകുന്ന ന്യൂറണൽ സിനാപ്സിസ് പൊട്ടിപ്പോവും. പിന്നെ അവിടെ ഉണ്ടാകുന്ന ന്യൂറോജനിക് ഇൻഫ്ലമേഷൻ കുറയുകയും ചെയ്യും. അപ്പം ടെൻഡർ പോയിൻറ്റ്സ് ഉണ്ടാകുന്ന വേദന കുറഞ്ഞു വരും. പിന്നെ പേഷ്യൻ്റ് എപ്പോഴും എല്ലാ ദിവസവും ഒരേ സമയത്ത് കിടന്നുറങ്ങണം. 8 മണിക്കൂർ മുതൽ 9 മണിക്കൂർ വരെ കൃത്യമായിട്ട് കിടന്നുറങ്ങണം. ഇതാണ് ഫൈബ്രോമയാൽജിയൻ്റെ ഉറക്കത്തിനെ കുറിച്ച് പറയാനുള്ളത്. അതായത് ഉറക്കം എങ്ങനെ ഫൈബ്രോമയാൽജിയനെ ചികിത്സിക്കുന്നു എന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നെ പേഷ്യൻറ്റിന് ഉള്ള ഫൈബ്രോമയാൽജിയൻ്റെ സിംറ്റംസ് കൂടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫൈബ്രോമയാൽജിയൻ്റെ സിംറ്റംസിൻ്റെ കൂടെ വേറെ സിംറ്റംസ് വരികയാണെങ്കിൽ, അതായത് പനി, വിട്ടുമാറാത്ത ക്ഷീണം, വിശപ്പ് കുറവ്, തൂക്കക്കുറവൊക്കെ ഉണ്ടെങ്കിൽ പേഷ്യൻ്റ് വീണ്ടും റുമറ്റോളജിസ്റ്റിനെ കാണണം. കാരണം ഫൈബ്രോമയാൽജിയ UCTD, MCTD, അതായത് അൺഡിഫറൻഷ്യേറ്റഡ് കണക്റ്റീവ് ടിഷ്യൂ ഡിസീസ്, മിക്സ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ഡിസീസ്, അല്ലെങ്കിൽ SLE അഥവാ സിസ്റ്റമിക് ലൂപ്പസ് എറിത്രോമറ്റോസിസ്, ഷോഗൻ സിൻഡ്രോം, ഇവയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടോ അതല്ലെങ്കിൽ ഇതിലേക്ക് ഇവോൾവ് ചെയ്തോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പേഷ്യൻറ്റിനോട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറയുന്നത്.
പിന്നെ ഫൈബ്രോമാൽജിയയിൽ ഗുഡ് ഡേയ്സ് ഉണ്ട്, ബാഡ് ഡേയ്സ് ഉണ്ട്. ഫറ്റീഗ് ഏറ്റവും കൂടിയിരിക്കുന്ന ദിവസത്തിന് ബാഡ് ഡേയ്സ് എന്ന് പറയും, ഫറ്റീഗ് ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ദിവസത്തിന് ഗുഡ് ഡേയ്സ് എന്ന് പറയും. ഫറ്റീഗ് ഏറ്റവും കുറഞ്ഞിരിക്കുമ്പം, അതായത് ഗുഡ് ഡേയ്സിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കണം. ബാഡ് ഡേയ്സ്, അതായത് ഫറ്റീഗ് ഏറ്റവും കൂടിയിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കണം. ബാഡ് ഡേയ്സിൽ റെസ്റ്റ് എടുക്കാൻ പാടില്ല, നമ്മളെ ഫങ്ഷണൽ കപ്പാസിറ്റിൻ്റെ മാക്സിമം പണിയെടുക്കണം. പിന്നെ ഫൈബ്രോമാൽജിയയിൽ വിവരം, വികാരം, വിചാരം, അതായത് കൊഗ്നിഷൻ, ഇതിൽ കോംപ്രമൈസ് ഉണ്ടാവുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫൈബ്രോമാൽജിയനെ നിസ്സാരമായി തള്ളിക്കളയരുത്. പിന്നെ ഫൈബ്രോമാൽജിയുള്ള പേഷ്യൻറ്റിൻ്റെ ലൈഫ് സ്പാനിനും കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പിന്നെ ഈ പ്രശ്നം, അതായത് ഫൈബ്രോമാൽജിയ എന്തുകൊണ്ട് പെണ്ണുങ്ങളിൽ, സ്ത്രീകളിൽ കൂടുതൽ കാണുന്നു എന്നതിന് ഞാനൊരു എക്സ്പ്ലനേഷൻ വായിച്ചിട്ടുണ്ട്. അതായത് പുരുഷന്മാരുടെ മനസ്സിൽ 2 ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ, ഒരു കാര്യം ചെയ്യണോ വേണ്ടിയോ എന്ന്. പക്ഷേ സ്ത്രീകളിൽ 4 ഭാഗങ്ങളുണ്ട്. പുരുഷന്മാരിലുള്ള ഒരു കാര്യം ചെയ്യണോ വേണ്ടയോ എന്നതും, പിന്നെ ചെയ്താൽ എന്ത്, ചെയ്തിട്ടില്ലെങ്കിൽ എന്ത്, അങ്ങനെ സ്ത്രീകൾക്ക് 4 ഭാഗങ്ങളുണ്ട്. അതുകൊണ്ടാണ് അവരിൽ ഫൈബ്രോമാൽജിയ ഉണ്ടാകുന്നത് എന്നും കൂടി ഞാൻ വായിച്ചിട്ടുണ്ട്. ഫൈബ്രോമാൽജിയെ കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല. അപ്പം കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ അമേരിക്കൻ കോളേജിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് മനസ്സിലാക്കണം. നിങ്ങളുടെ വിലയേറിയ സമയത്തിന് നന്ദി, നമസ്കാരം.